Hello students, welcome back to 𝗬𝗵𝗆 exam. So today in our video, we are embarking on a thrilling journey through the world of trains so that we can unlock the secrets of speed, distance and time. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം. ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോബ്ലത്തിലെ ഒന്നാണ് train related problems എന്ന് പറയുന്നത്. So it is very much important for us to study that. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? Have you ever wondered how the train schedules are crafted? എങ്ങനെയാണ് ട്രെയിൻസിന്റെ ഷെഡ്യൂൾസ് ക്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്, നമ്മൾ ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പോൾ പുറപ്പെടണം, അതുപോലെ ഞാൻ ഒരു ട്രെയിൻ എനിക്ക് പോകേണ്ട സ്ഥലത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും നമ്മൾ പോകുന്നത്, ആ ഒരു ആവശ്യത്തിന് എനിക്ക് കൃത്യമായി എത്തക്കത്തക്ക രീതിയിൽ എനിക്ക് ഏത് ട്രെയിനിൽ പോകാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനിക്കണമെങ്കിൽ of course you are at the right place, because today we are going to demystify the calculations that make it all possible. All right, so let's dive into the fascinating world of speed, distance and time in trains. Let us move to the first question, and the question is, a passenger train takes 2 hours, okay? 2 hours less for a journey of 300 kilometers. അതായത് 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യേണ്ടത്. ഓക്കെ, അത് കവർ ചെയ്യാനായിട്ട് ഒരു പാസഞ്ചർ ട്രെയിൻ എന്ത് ചെയ്യുന്നു? 2 hours ലെസ് എടുക്കുന്നു. എപ്പോഴാണ്? ഇഫ് ഇറ്റ് സ്പീഡ് is increased by 5 km/h. That is the cases ട്രെയിൻ പാസ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി ആൻഡ് ട്രെയിനിന് ഒരു സ്പീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു യൂഷ്വൽ സ്പീഡ് ഉണ്ടായിരിക്കും. ആ സ്പീഡിനേക്കാൾ അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഒരു 5 km/h സ്പീഡും കൂടെ കൂടി പോയിരുന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് എടുക്കുന്ന സമയം 2 മണിക്കൂർ സാധാ സമയത്തിനേക്കാൾ കുറവ് മതിയാകുമായിരുന്നു. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നോക്കാം, a passenger train takes 2 hours less for a journey of 300 kilometers if its speed is increased by 5 km/h from its usual speed. Okay, that is 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് പാസഞ്ചർ ട്രെയിനിന് ഒരു സ്പീഡ് ഉണ്ട്. ആ സാധാ സ്പീഡിനേക്കാൾ 5 km/h സ്പീഡ് കൂടിയായിരുന്നു പോയിരുന്നത് എന്നുണ്ടെങ്കിൽ സാധാ പോകാൻ എടുക്കുന്ന സമയത്തിനേക്കാൾ 2 മണിക്കൂർ കുറവ് മതിയാകുമായിരുന്നു. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഇറ്റ്സ് usual speed of the train. So the unknown quantity in the question is the usual speed of the train. So we have to represent the unknown quantity using variables there. So I am taking like let x km/h. Let x km/h be the usual speed of the train. Okay, be the usual speed of the train. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എന്താ അവിടെ പറയുന്നത്? നമുക്കവിടെ 2 കേസസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇപ്പോൾ കേസ് നമ്പർ 1 എന്താണ് പറയുന്നത്? നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 300 കിലോമീറ്റർ. ഈ 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് യൂഷ്വൽ സ്പീഡിൽ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് x km/h സ്പീഡിൽ കവർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ആൻഡ് അങ്ങനെയാണെങ്കിൽ കവർ ചെയ്യാൻ എടുത്ത ടൈം എത്രയായിരിക്കും? നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്, അല്ലെ? സോ d/s, ദാറ്റ് ഈസ് ഈ സിറ്റുവേഷൻ എനിക്ക് എഴുതാൻ സാധിക്കും ഇറ്റ് ഈസ് 300 ഡിവൈഡഡ് ബൈ x hours. Okay, so this is what we can say about the first situation there. And moving to case number 2. Okay, case 2, that is situation 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. The distance remains the same, right? 300 kilometer തന്നെയാണ്. And speed എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് എന്താണ്? if its speed is increased by 5 km. Okay, speed is increased by 5 km/h from its usual speed, and the usual speed is x km/h here. If 5 km/h is increased, നമുക്ക് പറയാനായിട്ട് പറ്റും x plus 5 km/h is the speed of the train in the second situation. Okay, so അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കുന്ന സമയം എത്രയാണ്? Of course, time is equal to distance divided by speed. So d/s, that is I can say that it is 300 divided by x plus 5 hours. Okay, so നമുക്ക് ഇവിടെ 2 സിറ്റുവേഷൻസിന്റെയും കാര്യങ്ങൾ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കാം. That is നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്?
300 കിലോമീറ്റർ സാധാ സ്പീഡിൽ എങ്ങനെയാണോ പൊക്കോണ്ടിരുന്നത് അതിനേക്കാൾ ഒരു 5 km/h സ്പീഡ് കൂടിയാണ് പോയിരുന്നെന്നുണ്ടെങ്കിൽ ആ പാസഞ്ചർ ട്രെയിൻ സാധാ എത്തുന്ന സമയത്തിനേക്കാൾ 2 മണിക്കൂർ കുറച്ചേ എടുക്കുമായിരുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും according to the question, that is according to the detailing given in the question, I can say that the difference between these two time is equal to 2 hours. Okay, so ഇതില് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതാണ് സമയം കൂടുതൽ അല്ലേ. സോ എനിക്ക് പറയാം 300 divided by x, okay, minus 300 divided by x plus 5 is equal to 2. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ നമുക്ക് ഇതാണ് ഇക്വേഷൻ ഫ്രെയിം ചെയ്തത്. എങ്ങനെ നമുക്ക് 300 divided by x minus 300 divided by x plus 5 is equal to 2. Because കാരണം എന്താണ്, the difference between the time taken and both the situations is 2 there. And ഇതിൽ ആരാണ് ഗ്രേറ്റർ വാല്യൂ? ഇതാണ് ഗ്രേറ്റർ വാല്യൂ. കാരണം ഇവിടെ സ്പീഡ് ചെറുതാണ്. ഓക്കെ, ഡിനോമിനേറ്റർ ചെറുതാണ്. എക്സും എക്സ് പ്ലസ് 5ഉം ഏതാണ് ഡിനോമിനേറ്റർ വലുത് എന്ന് നോക്കുക. ഡിനോമിനേറ്റർ വലുത് ഇവിടെയാണ് വരിക. സോ അതിനർത്ഥം ഇത് ക്വാണ്ടിറ്റി മൊത്തത്തിൽ ചെറുതാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ ഇയാളെക്കാൾ എന്താണ്, ചെറുതാണ്. അതിനർത്ഥം ഈ മൊത്തത്തിൽ ഈ ഫ്രാക്ഷൻ is greater than this fraction. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോൾവ് ചെയ്യാം. That is, I am taking the 300 common here. 300 common ആയിട്ട് എടുത്താൽ എനിക്ക് പറയാൻ പറ്റും 300 into 1 by x minus 1 by x plus 5 is equal to 2. And 2 and 300 of both of the sides cancels and this will become 150. Okay, so what happens next is 150 into, okay, cross multiply x plus 5 minus x divided by x into x plus 5 is equal to 1. Okay, so അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, minus x and plus x cancelled each other. 150 into 5 will become 750. Okay, 750 divided by x square plus 5x, okay, is equal to 1. And ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് x square plus 5x minus 750 is equal to 0. See, ഇനി നമുക്കിത് സോൾവ് ചെയ്തൂടെ, സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 750 is equal to 0. ദാറ്റ് ഈസ് ആ സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ്ഡ് ഇൻ ടു ദ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി നമുക്കത് സോൾവ് ചെയ്യാം യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. യു ക്യാൻ ഓപ്റ്റ് യുവർ ഓൺ മെത്തേഡ് ആൻഡ് നോട്ട് ദാറ്റ് completing the square method is removed for the portions from 2023-24 board exams. So you should use quadratic formula method or factorization method for solving this. Okay, so appo namukku nokka x square plus 5x minus 750 is equal to 0. ഞാൻ factorization ആണ് ചെയ്യാൻ പോകുന്നത്. Okay, put two brackets is equal to 0. Okay, so x and x, then I can say that 750 and 5 എന്ന് പറയുമ്പോഴത്തേക്ക് of course 25 and 30. Yes, 25 into 30 is 750. നെക്സ്റ്റ് നോക്കുക, ഈ സൈൻ നെഗറ്റീവ് ആണ്, അതിനർത്ഥം ഇതിൽ ആരോ ഒരാൾ നെഗറ്റീവ് ആണെന്നാണ്. ഈ സൈൻ പോസിറ്റീവ് ആണ്, വലിയ ആള് പോസിറ്റീവ് ആണ്. So the factorization is x minus 25 into x plus 30 is equal to 0. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x ന്റെ വാല്യൂ is equal to 25 km/h or x in the value is equal to minus 30 km/h. So you see, minus negative value and x എന്ന് പറയുന്നത് we are assumed to be the usual speed of the train and it can't be negative. So we can neglect this option, that is minus 30 km/h can be neglected and we can finalize that the usual speed of the train is 25 km/h. Clear? So let us move to the second question from the topic and the question is, a train travels 360 km at a uniform speed. Okay, ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നു, ഒരു യൂണിഫോം സ്പീഡിൽ ഒരു 360 km of distance cover ചെയ്യുകയാണ്. Okay, if the speed had been 5 km/h more, okay, ഈ യൂഷ്വൽ സ്പീഡ് ആ യൂണിഫോം സ്പീഡിനേക്കാൾ 5 km/h സ്പീഡ് കൂടിയാണ് പോയത് എന്നുണ്ടെങ്കിൽ എന്താണ്,
it would have been taken 1 hour less. Okay, 1 മണിക്കൂർ കുറവ് മതിയാകുമായിരുന്നു for the same journey. Okay, അങ്ങനെയാണെങ്കിൽ find the speed of the train. Okay, so I hope you understood the detailing given in the question. That is നമ്മളോട് പറയുന്നത് 360 km/h distance cover ചെയ്യേണ്ട ഒരു ട്രെയിൻ. ഓക്കെ, അതൊരു യൂണിഫോം സ്പീഡിലാണ് പൊക്കോണ്ടിരുന്നത്. അത് ആ പോയിരുന്ന സ്പീഡിനേക്കാൾ ഒരു 5 km/h സ്പീഡ് കൂടിയാണ് പോയിരുന്നെന്നുണ്ടെങ്കിൽ നേരത്തെ പോയ സ്പീഡിനേക്കാൾ എന്ത് മതിയാകുമായിരുന്നു? 1 മണിക്കൂർ കുറവ് മതിയാകുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ you have to find the speed of the train. Okay, so this is a non quantity in the question. Find the speed of the train. So represent h with a variable. Okay, so let x km/h, let x km/h be the speed of the train. Okay, be the speed of the train. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 സിറ്റുവേഷൻസ് ആണ് പറയുന്നത് അല്ലെ. സോ അപ്പൊ ഞാൻ ഇവിടെ 2 സിറ്റുവേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. കേസ് 1, ഓക്കെ, കേസ് 1 ആൻഡ് കേസ് 2. ഓക്കെ, രണ്ടിലും ഡിസ്റ്റൻസ് ഇസ് സെയിം. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 360 കിലോമീറ്റർ ആൻഡ് ഹിയർ ഓൾസോ ഡിസ്റ്റൻസ് ഇസ് 360 കിലോമീറ്റർ. ആൻഡ് നമുക്ക് സ്പീഡ് പറയുന്നുണ്ട്. ആൻഡ് ഇത് നിന്റെ ഒറിജിനൽ സിറ്റുവേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞ രണ്ടാമത്തെ സിറ്റുവേഷൻ. സോ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ഇസ് ദ യൂണിഫോം സ്പീഡ്. ഓക്കെ, അവിടെ യൂണിഫോം സ്പീഡ് എന്ന് കൊടുക്കണം കേട്ടോ. യൂണിഫോം സ്പീഡ് ആണ്. യെസ്, സോ x km/h ആണ് ഇവിടുത്തെ സ്പീഡ്. ദാറ്റ് ഈസ് യൂണിഫോം സ്പീഡ്. ആൻഡ് ഇവിടുത്തെ സ്പീഡ് എന്താണ്? കേസ് 2 സ്പീഡ് എന്താണ്? നമുക്ക് 5 km/h സ്പീഡ് കൂടി പോകണം എന്ന് പറയുന്നു. സോ x + 5 km/h എന്ന് പറയുന്ന ഫോമിലാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓരോ സിറ്റുവേഷനിലെയും ടൈമിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓരോ സിറ്റുവേഷനിലെയും ടൈം കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് t is equal to നമുക്ക് എത്രയാ കിട്ടുക? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ദാറ്റ് ഈസ് 360 divided by x hours. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ടൈം is equal to ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് which is equal to 360 divided by x plus 5 hours. Okay, and according to our question, നമ്മുടെ ക്വസ്റ്റനിൽ നമ്മളോട് എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ആദ്യം പോകുന്നത് ഒരു യൂണിഫോം സ്പീഡിലാണ്. അതിനേക്കാൾ 5 km/h സ്പീഡ് കൂടി പോയിരുന്നെങ്കിൽ സമയം 1 മണിക്കൂർ കുറച്ചെടുത്താൽ മതിയാകും എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ഓഫ് ദ ടൈം ടേക്കൺ ഇൻ ദ 2 സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ നമുക്ക് ആ ഡിഫറൻസ് എടുക്കാം. ആൻഡ് ഇതിൽ ആരാണ് വലുത്? 360 divided by x is greater than 360 divided by x plus 5. Why? Because denominator ആരാണ് വലുത്? ഇതാണ് വലുത്. That means this fraction, the entire fraction is lesser than this. Okay, so this is the greater fraction. So 360 divided by x minus 360 divided by x plus 5 is equal to 1. Okay, actually it's a simple question. That is ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നും വരുന്ന ഈസി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. I am taking this 360 common here. 360 into 1 divided by x minus 1 divided by x plus 5 is equal to 1. Okay, so നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റും 360 into cross multiply 1 into x plus 5 is equal to x plus 5 minus 1 into x is equal to x divided by x into x plus 5 is equal to 1. Okay, so നോക്ക നമുക്ക് ഇവിടെ minus x and plus x cancelled each other and 360 into 5 will become 1800. Okay, 1800 divided by x square plus 5x is equal to 1. Okay, so ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So that it will ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. So that it get reduced into the form of a quadratic equation there. That is x square plus 5x minus 1800 is equal to 0. So this is a quadratic equation you have. And നമുക്ക് നമ്മുടെ x ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? Solve this quadratic equation using quadratic formula method or factorization method. Okay, so I am going to factorize here. Okay, is equal to 0 x
Okay, so 1800 എന്ന് പറയുമ്പോഴത്തേക്കും is the product of 40 and 45. Okay, 40 into 45 is equal to 1800. So 40, okay, 45, negative sign here. That means ഇതിൽ ആരോ ഒരാൾ നെഗറ്റീവ് ആണ്, ഇവിടുത്തെ സൈൻ പോസിറ്റീവ്, വലിയ ആൾ പോസിറ്റീവ്. Okay, so x minus 40 into x plus 45 is equal to 0. ഈ ഫോർമുല നമുക്ക് കിട്ടിയത്. That means x ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 40 km/h ആണ്. Or x ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -45 km/h ആണ്. നമുക്കറിയാം നമ്മൾ യൂണിഫോം സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ് x ന് പകരം അസ്യൂം ചെയ്തിട്ടുള്ളത്. So that the negative will be neglected. Okay, and the positive value is taken here. That is the uniform speed of the train എന്ന് പറയുന്നത് എത്രയാണ്? Is equal to 40 km/h. Clear? Actually, it's an easy question. I hope you all understood.